ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്. നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പൗർണമി ദിവസമാണ്. ബന്ധങ്ങളിൽ ക്ലാരിറ്റി കൊണ്ടുവരുന്ന ഈ ഒരു ഫുൾ മൂൺ എനർജി റീഡിംഗ് നിങ്ങൾക്ക് മുൻപിലേക്ക് അവിചാരിതമായിട്ട് ഡിവൈൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ വിശ്വാസത്തോടു കൂടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി ഈ ഒരു റീഡിങ്ങുമായി കണക്ട് ചെയ്യുക. റീഡിങ്ങിന് മുമ്പ് അല്പമൊന്ന് കാമായി മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരോടൊപ്പം സന്തോഷകരമായി ചിലവഴിച്ച് നിങ്ങൾ ഓർക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ആ ഒരു സുന്ദരമായ നിമിഷങ്ങളെ മനസ്സിൽ ഓർക്കുക. പോസിറ്റീവായിട്ടിരിക്കുക. ഇവിടെ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് കറന്റ് എനർജി ഓഫ് ദ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ ബന്ധത്തിന്റെ കറന്റ് സ്റ്റാറ്റസ് എന്താണ്? ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 2 of Wands ആണ്. ഇത് നിങ്ങളുടെ ബന്ധത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റിനെ സൂചിപ്പിക്കുന്നു. നിങ്ങളിൽ ഒരാൾ ഒരു ഫ്യൂച്ചറിനെ പറ്റി ശരിക്കും സീരിയസ് ആയിട്ട് തന്നെ ചിന്തിക്കുന്നു. ഈ ഒരു ബന്ധം തുടരണമോ, നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കണമോ എന്ന ഒരു ചിന്ത. നൈറ്റ് ഓഫ് സോർട്സ് സൂചിപ്പിക്കുന്നത് ഒരു ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷനെയാണ്, വളരെ പെട്ടെന്ന് വരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ, പിണങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഒരു ഫാസ്റ്റായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. പക്ഷേ അല്പം ഒന്ന് സൂക്ഷിക്കുക, കാരണം ഒരു ഇമ്പൾസീവായിട്ടുള്ളൊരു ടോക്സ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ വളരെ പോസിബിൾ ആണ് എന്ന് കാണിക്കുന്നു. ഒരുപാട് കാലം പിണങ്ങിയിരുന്ന ആളുകളാണ് എങ്കിൽ ചിലപ്പോൾ ചില ആർഗ്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്കിടയിൽ വരാം, അല്ലെങ്കിൽ ഇതിനകം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാകാം. തുടർന്ന് കാണുന്ന സമയത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബന്ധത്തിൽ ക്ലാരിറ്റി കൊണ്ടുവരാനായി മാത്രം സംസാരിക്കുക. ഓവറായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക, ആർഗ്യുമെന്റ് നടത്തുക, വാദപ്രതിവാദങ്ങൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിലുള്ളത് നേരിട്ട് പറയാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വന്നിരിക്കുന്ന 2 കാർഡുകളാണ് എംപറർ, അതുപോലെ തന്നെ കിങ് ഓഫ് വോൺസ് എന്ന് പറയുന്നത്. ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു മാസ്കുലൈൻ എനർജിയാണ് സൂചിപ്പിക്കുന്നത്. അല്പം കൺട്രോളൊക്കെ ചെയ്യുന്ന, ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു. ഇതിലൊരാൾ റിലേഷൻഷിപ്പിലൊരു അപ്പർ ഹാൻഡ് വേണമെന്ന ഒരാഗ്രഹമുണ്ട്. ശരിക്കും പാഷൻ അതുപോലെ തന്നെ അട്രാക്ഷനൊക്കെ വളരെ സ്ട്രോങ് ആണ്. എങ്കിൽ തന്നെയും ഈ ഒരു ബന്ധത്തിൽ എനിക്കൊരു മേൽക്കോയ്മ വേണം എന്ന് ചിന്തിക്കുന്ന ഒരു കിങ് എനർജി. ഓവറാൾ നിങ്ങളുടെ ഒരു കറന്റ് എനർജി നോക്കുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ ബന്ധത്തിലൊരു അട്രാക്ഷൻ അതുപോലെ അതിൻ്റെ കെമിസ്ട്രി ഒക്കെ വളരെ സ്ട്രോങ് ആണ്. പക്ഷേ പവർ സ്ട്രഗിൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇമോഷണൽ സോഫ്റ്റ്നെസ് വളരെ കുറവാണ്. പ്രാക്ടിക്കൽ ആൻഡ് ഈഗോ എനർജിയാണ് ഇവിടെ കൂടുതലായിട്ട് കാണിക്കുന്നത്. ആരെങ്കിലും ഒരു കൺട്രോൾ പൊസിഷൻ എടുക്കാൻ ശരിക്കും ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ. അതാരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു വീക്കായിട്ടുള്ള ബന്ധമൊന്നുമല്ല, ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നു. പക്ഷേ ഈക്വലായിട്ടുള്ളൊരു ഇമോഷണൽ എക്സ്ചേഞ്ച് നിങ്ങൾ തമ്മിൽ ഇല്ല എങ്കിൽ നിങ്ങൾ തമ്മിൽ ശരിക്കും ഒരു മെൻ്റൽ ഇംബാലൻസ് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ആ ഒരു സ്നേഹം അത് സത്യമാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യന് വന്നിരിക്കുന്ന ഫസ്റ്റ് കാർഡ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. വളരെ ജെന്യൂനായിട്ട് കെയർ ചെയ്യുന്ന ഒരു എനർജിയെ സൂചിപ്പിക്കുന്നു. സ്റ്റെബിലിറ്റി നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സ്നേഹത്തെ സൂചിപ്പിക്കുന്നു. അവരുടെ ആ ഒരു ഫീലിങ്സ് ഒന്നും ഫേക്ക് അല്ല, പ്രാക്ടിക്കൽ ആൻഡ് ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു അഫെക്ഷൻ നിങ്ങളോടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. 4 of Swords ഒരു ഇമോഷണൽ വിഡ്രോവലിനെ സൂചിപ്പിക്കുന്നു. ഡിസ്റ്റൻസ് എടുക്കുന്നു, മാറി നിൽക്കുന്നു, ഓവർ തിങ്ക് ചെയ്യുന്നു ഈ ഒരു ബന്ധത്തെപ്പറ്റി. അതായത് ഒരു ബന്ധത്തിലൊരു കമ്മ്യൂണിക്കേഷൻ കട്ടാവുമ്പോൾ തന്നെ അവിടെ ഓവർ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യും. അത് വളരെ സ്വാഭാവികമാണ്. നമ്മളോട് പിണങ്ങിപ്പോയ ആൾ കുറേ കാലം ഒന്ന് അകന്നു നിൽക്കുന്ന സമയത്ത് അവർ ചിന്തിക്കാത്ത കാര്യങ്ങൾ കൂടി ഏറ്റെടുത്ത് നമ്മൾ ചിന്തിച്ചു തുടങ്ങുകയായി. ഒപ്പം അതിനെ തുടർന്ന് കൺഫ്യൂഷനും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും. നെക്സ്റ്റ് വന്നിരിക്കുന്ന 3 of Swords കാർഡ് സൂചിപ്പിക്കുന്നത് മുൻപ് എപ്പോഴോ ഉണ്ടായ ഒരു പാസ്റ്റ് ഹർട്ടിനെയാണ്. നിങ്ങൾ തമ്മിലുള്ള ആർഗ്യുമെൻറ്റ്സിനിടയ്ക്കോ വഴക്കിനിടയ്ക്കോ ഉണ്ടായിട്ടുള്ള ഒരു പാസ്റ്റ് ഉണ്ടായ ചില ഹർട്ട് അല്ലെങ്കിൽ ചില സംഭവങ്ങൾ. ചിലരുടെ ബന്ധത്തിലൊരു തേർഡ് പാർട്ടി പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ഇമോഷണൽ പെയിൻ ഫ്രം പാസ്റ്റ് ആർഗ്യുമെൻറ്റ്സ് ഇതിനെ സൂചിപ്പിക്കുന്നു. 6 of Swords ഒരു മൂവിങ് അവേ ഫ്രം സ്ട്രെസ്, അതായത് കുറേയേറെ സഹിച്ചതിന് ശേഷം മൂവ് ഓൺ ചെയ്യുന്നു. ഒരു ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് എല്ലാം തന്നെ അവോയ്ഡ് ചെയ്യാൻ ഡിസ്റ്റൻസ് ആയിട്ട് മാറി നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫേക്ക് അല്ല. നിങ്ങളോടൊരു കെയർ ഉണ്ട്, സ്നേഹമുണ്ട്. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പാസ്റ്റിലുണ്ടായ എന്തോ ഒന്ന്, അതിൻ്റെ ആ ഒരു ഹർട്ട് അവരിപ്പോഴും ക്യാരി ചെയ്യുകയാണ്. അത് ആലോചിക്കുമ്പോഴെല്ലാം തന്നെ ശരിക്കും അവരുടെ മനസ്സ് വേദനിക്കുന്നുണ്ട്, സ്ട്രെസ്സ് കൂടുന്നുണ്ട്. അങ്ങനെ അത് കൂടാതിരിക്കാൻ അവർ ഇമോഷണലി ഗോഡഡായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയെ സൂചിപ്പിക്കുന്നു. പക്ഷേ നിങ്ങളുടെ വ്യക്തി ഓപ്പണായി ഇതൊന്നും എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ഉള്ളിലെ ആ ഒരു വേദനയൊന്നും ഹീലാകാതെ അങ്ങനെയുള്ള സമയം ഒരു ഫുൾ കമ്മിറ്റ്മെൻറ്റ് വരിക എന്ന് പറയുന്നത് അതിന് ടൈം വേണം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും സെയിം അവസ്ഥ തന്നെ ആയിരിക്കാം. നിങ്ങൾ തമ്മിൽ വളരെയധികം സ്നേഹിച്ച 2 വ്യക്തികൾ
തമ്മിൽ അകന്നു നിൽക്കുന്ന സമയത്ത് പാസ്റ്റിലുണ്ടായ ആ ഒരു ഹർട്ട് മനസ്സിൽ കൊണ്ടു കിടക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ഇരുവർക്കും ഒരുപോലെ വിഷമകരമാണ്. നിങ്ങൾ രണ്ടുപേർക്കും ഹീൽ ചെയ്യാനുള്ള സമയം വളരെ അത്യാവശ്യമാണ്. അതിന് സമയം അനുവദിച്ചു കൊടുക്കുക. ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. സംഭവിച്ചു പോയി, നമുക്ക് പാസ്റ്റിൽ പോയി ഒന്നും തിരുത്താൻ സാധിക്കില്ല. നമുക്ക് പ്രസൻറ്റിലാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിക്കുക. അത് തിരുത്തി മുന്നോട്ട് പോവുക. നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫ്യൂച്ചർ ഔട്ട്കം കാർഡായിട്ട് വന്നിരിക്കുന്നത് 8 ഓഫ് വാണ്ട്സ് ആണ്. ഒരു ഫാസ്റ്റ് ഡെവലപ്മെൻറ്റ്സിനെ സൂചിപ്പിക്കുന്നു. സഡൻ കമ്മ്യൂണിക്കേഷൻ, ക്വിക്കായിട്ടുള്ള പ്രോഗ്രസിനെ സൂചിപ്പിക്കുന്നു. ഒരു യാത്ര അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു മീറ്റ്. ഈ ഒരു ഫുൾ മൂൺ എനർജിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ചില ട്രൂത്ത്സ് പുറത്തു വരും. ബ്ലോക്ക്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ക്ലിയർ ആകാൻ ഈ ഒരു റീഡിംഗ് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സഡൻ ക്ലാരിറ്റി ഫേസിലേക്ക് തന്നെ പോകും. ഏതൊരു ഫാസ്റ്റ് പ്രോഗ്രസ് അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ഡിസിഷൻ അതെന്തായാലും ഉണ്ടാകും. ഓവറാൾ ഈ ഒരു റീഡിങ്ങിൻ്റെ ഒരു സമ്മറി നോക്കുമ്പോൾ ഈ ഒരു സ്നേഹം റിയൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, റിയൽ ആണ്. പ്രാക്ടിക്കൽ ആൻഡ് സ്റ്റേബിൾ ലവ് എലമെൻറ്റ് ഉണ്ട് എന്ന് കാണിക്കുന്നു. പക്ഷേ ഇമോഷണൽ ബാഗേജ് ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ. മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഈഗോ, അതുപോലെ തന്നെ കൺട്രോൾ, എംപറർ എനർജി കാണിക്കുന്നു. പാസ്റ്റിലുണ്ടായ എന്തോ ഒരു ഹർട്ട് 3 ഓഫ് സോർട്സ് സൂചിപ്പിക്കുന്നു. ഇമോഷണൽ വിഡ്രോവലിനെ സൂചിപ്പിക്കുന്ന കാർഡാണ് 4 ഓഫ് സോർട്സ് വന്നിരിക്കുന്നത്. സ്ട്രോങ് പോയിന്റ്സ് ആയിട്ട് പറയാനാണെങ്കിൽ ഒരു പാഷൻ വളരെ സ്ട്രോങ് ആണ് നിങ്ങൾക്കിടയിൽ. കിങ് ഓഫ് വാണ്ട്സ് സൂചിപ്പിക്കുന്നു. കെമിസ്ട്രി ഇപ്പോഴും എലൈവാണ്. കമ്മ്യൂണിക്കേഷൻ സ്ലോലി ഇംപ്രൂവ് ചെയ്യും എന്ന് കാണിക്കുന്നു. ഇന്നത്തെ ഈ ഒരു ഫുൾ മൂൺ എനർജിയുടെ ഒരു അഡ്വൈസ് പറയുമ്പോൾ ഓണസ്റ്റ് കോൺവെർസേഷൻ ഒന്നും തന്നെ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. അവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഡൗട്ടുകൾ അത് തുറന്ന് സംസാരിക്കുക. വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് നിന്ന് ഒരു ആർഗ്യുമെന്റ്സിലേക്ക് പോകാതെ ശ്രദ്ധിക്കുക. ഒരു ബന്ധത്തിലെ ഒരു കൺട്രോൾ എനർജി എന്നത് അല്പം ഒന്ന് സോഫ്റ്റ് ആക്കുക. ശ്രദ്ധിക്കുക, നിങ്ങൾക്കിടയിലുണ്ടായ ആ ഒരു ഹർട്ട് അത് ക്ലിയർ ആകാതെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവില്ല, അല്ലെങ്കിൽ ഡീപ്പ് ആകില്ല. നിങ്ങൾക്കിടയിലുള്ള ഒരു തുറന്നുള്ള ഒരു സംസാരത്തിന് മാത്രമേ ഇതുവരെയുള്ള നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു കൺഫ്യൂഷനെല്ലാം തന്നെ ഒഴിവാക്കി പരസ്പരം മനസ്സിലാക്കി ബന്ധം എങ്ങനെ കൊണ്ടുപോകണം എന്ന് നിങ്ങൾ ഇരുവരും തീരുമാനിച്ച് മുന്നോട്ട് പോവുക. തേർഡ് പാർട്ടിയും ഇടനിലക്കാരെയും എല്ലാം തന്നെ ഒഴിവാക്കി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അത് നിങ്ങൾ രണ്ടുപേർക്കും ഇടയിലേക്ക് കൊണ്ടുവരിക. ഈ ഒരു ഫുൾ മൂൺ എനർജി റീഡിങ്ങിലൂടെ നിങ്ങളുടെ ബന്ധത്തിന് ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ നിങ്ങളെ ഡിവൈൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയിരിക്കുന്ന ഡിവൈൻ മെസ്സേജസ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് മുൻപിലേക്ക് കൊണ്ടുവന്ന ഡിവൈന് നന്ദി പറയുക. ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവായതും നിങ്ങളെ എപ്പോഴും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ദ സുപ്രീം പവർ ഡിവൈന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് 101% നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി തീരുമാനമെടുക്കേണ്ടത് ദ ഡിവൈൻ പവറാണ്. അവിടേക്ക് സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ കരിയർ അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എന്നിവയിൽ ഒരു നിർണായക തീരുമാനമെടുക്കുന്ന ഒരു സമയമാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടേതായിട്ടുള്ള റീഡിംഗ് ആകുമ്പോൾ തന്നെ നിങ്ങളുടെ എനർജിയിൽ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുടെ ആ ഒരു റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനൊരു ഡിവൈൻ ഗൈഡൻസ് തരാൻ ഒരു നല്ലൊരു ടാരോട്ട് റീഡറിന് സാധിക്കും. നിങ്ങളുടെ എനർജിയുമായി റെസൊനേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ടാരോട്ട് റീഡറിനെ സമീപിച്ച് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ശ്രദ്ധിക്കുക. എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്. പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ സാധിക്കാത്തവർ വിഷമിക്കേണ്ടതില്ല. നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിനൊപ്പം തന്നെ ഞാൻ ശരിയായിട്ടുള്ള ഡിവൈൻ ഗൈഡൻസ് ഉൾപ്പെടെയാണ് അത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. കരിയർ, റിലേഷൻഷിപ്പ് എന്നിവയെ സംബന്ധിച്ചിട്ടുള്ള ധാരാളം റീഡിംഗ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു ലൈഫ് ഗൈഡൻസിന് അവയെല്ലാം തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എൻ്റെ ദിവസേനയുള്ള പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും നാളും ചേർത്ത് കമൻറ്റ് ചെയ്യുക. തീർച്ചയായും എൻ്റെ വിശേഷ പ്രാർത്ഥനയിൽ എല്ലാം തന്നെ നിങ്ങളെ തീർച്ചയായും ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഫുൾ മൂൺ എനർജി റീഡിങ്ങിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഡിവൈൻ എനർജിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു യൂണിവേഴ്സ്.